ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യം 88-ാം വയസ്സിലാണ്. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം രാവിലെ 7:35-നായിരുന്നു അന്ത്യം. 2013 മാർച്ച് 19-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266-ാമത് പോപ്പായി സ്ഥാനമേറ്റത്. ജോർജ് മരിയോ ബെർഗോളിയോ എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത്. 1936 ഡിസംബർ 17-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. സഭയിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം വിശേഷിപ്പിച്ചിരുന്നു. കെമിക്കൽ ടെക്നീഷ്യൻ ബിരുദം നേടിയ ജോർജ് മരിയോ പിന്നീട് പൗരോഹിത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. 1969-ൽ ജസ്യൂട്ട് പുരോഹിതനായി സ്ഥാനാരോഹണം ചെയ്തു. 1992-ൽ ബിഷപ്പും 1998-ൽ ബ്യൂണസ് ഐറസിന്റെ ആർച്ച് ബിഷപ്പുമായി. 2001-ൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാളാക്കി. ശാരീരിക അവശതകൾ കാരണം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റത്. ലളിതമായ ജീവിതം കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മതങ്ങൾക്കിടയിലെ ആശയവിനിമയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുണച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, യുദ്ധങ്ങൾ, വംശീയ അതിക്രമങ്ങൾ തുടങ്ങി മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മാനവികതയുടെ പക്ഷം ചേർന്നു. സ്വവർഗ ലൈംഗികത കുറ്റകൃത്യമല്ലാതാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വധശിക്ഷയ്ക്കെതിരെയും അദ്ദേഹം നിലപാടെടുത്തു. ഗാസയിലും യുക്രൈനിലും യുദ്ധത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചു. യുദ്ധഭൂമികളിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈസ്റ്ററിന് മുൻപുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാൽകഴുകൽ ചടങ്ങിൽ കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകിയും മാർപ്പാപ്പ ശ്രദ്ധേയനായി. അക്രൈസ്തവരുടെ കാലുകൾ കഴുകിയും മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിച്ചിരുന്നു.